Hello everyone, welcome to my YouTube channel Teachers Pathway. ഇന്ന് മുതൽ നമ്മൾ കേറ്ററ്റിൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കാറ്റഗറി 3യിൽ ആദ്യത്തെ ടോപ്പിക്കായ അഡോളസെൻ്റ് സൈക്കോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, കേട്ടിട്ട് മാത്രമല്ല സീറ്ററ്റ്, സെറ്റ് പോലെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അഡോളസെൻ്റ് സൈക്കോളജിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സായ അഡോളസെൻസ് എന്താണ്, ദെൻ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് അഡോളസെൻസ്. അപ്പോൾ ഇതിലാദ്യം നമുക്ക് അഡോളസെൻസിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് പോകാം. Adolescence എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടേം ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് അഡോൾസ്കെയർ വിച്ച് മീൻസ് ടു ഗ്രോ ഓർ ടു മെച്വർ. ലാറ്റിൻ വേർഡായ അഡോൾസ്കെയറിൽ നിന്നാണ് അഡോളസെൻസ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റാൻലി ഹോൾ പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അഡോളസെൻസ് ഇസ് എ പീരീഡ് ഓഫ് ഗ്രേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. പലപ്പോഴും കേറ്ററ്റിൽ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കോട്ട് തന്നിട്ട് ഇതാരാണ് പറഞ്ഞത് എന്നുള്ളത്. സ്റ്റാൻലി ഹോൾസ് ആണ് ഈ ഒരു ഡെഫിനിഷൻ അഡോളസെൻസിന് കൊടുത്തത്. അഡോളസെൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ഗ്രേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. അതേപോലെ തന്നെ ഹോളിംഗ്വർത്ത് അഡോളസെൻസിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഇതാണ്. അഡോളസെൻസ് ഇസ് ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസേനിറ്റി. ടെമ്പററി ഇൻസേനിറ്റിയുടെ ഒരു കാലമാണ്, ഒരു പീരീഡാണ് അഡോളസെൻസ് എന്നത്. ഹോളിംഗ്വർത്ത് പറഞ്ഞ ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡോളസെൻസിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് പഠിച്ചു വയ്ക്കുക. കാരണം ഈ ഡെഫിനിഷൻസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനായിട്ട് ഈ ഡെഫിനിഷൻസൊക്കെ ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നുള്ളത് കൂടി പഠിച്ചു വയ്ക്കുക. ദെൻ സം നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെൻറ്റ് പീരീഡ്. അഡോളസെൻറ്റ് പീരീഡിലുള്ള കുറച്ച് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേ ഡ്രീമിംഗ്, പീരീഡ് ഓഫ് ട്രാൻസിഷൻ, പീരീഡ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്, ഹീറോ വർഷിപ്പ്, റിവോൾട്ട് അഗെയിൻസ്റ്റ് അതോറിറ്റി, ഇമോഷണലി അൺസ്റ്റേബിൾ, സെൽഫ് ആൻഡ് സെക്സ് കോൺഷ്യസ്നസ്. അപ്പോൾ ഇതെല്ലാം തന്നെ അഡോളസെൻറ്റ് പീരീഡിലുള്ള നമ്മുടെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഈ ഒരു പീരീഡിലൂടെ കടന്നു വന്നത് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അല്ലേ. ഡേ ഡ്രീമിങ്, അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ, ദെൻ പീരീഡ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്, ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു മാറ്റം, ദെൻ ഹീറോ വർഷിപ്പ്. ഈ ഒരു സമയത്താണ് നമ്മൾ ഹീറോ വർഷിപ്പ് ഒക്കെ ചെയ്യുന്നത് അല്ലേ. പല സിനിമയിലുള്ള നടന്മാരെയും നടിമാരെയും ഒക്കെ നമ്മൾ ആരാധിക്കാറുണ്ട്. സിനിമയിൽ മാത്രമല്ല, പൊളിറ്റിക്സിലും പുസ്തകങ്ങളിലും ഒക്കെ ഉള്ളത്. അതേപോലെ തന്നെ റിവോൾട്ട് അഗെയിൻസ്റ്റ് അതോറിറ്റി അല്ലേ. റൂൾസ് ആർ മെൻറ്റ് ടു ബി ബ്രോക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ അല്ലേ എപ്പോഴും ഈ ഒരു ടൈം പീരീഡിലാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതേപോലെ തന്നെ അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കുന്നതുമൊക്കെ ഈ ഒരു ടൈം പീരീഡിലാണ്. ദെൻ നമ്മൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടെ, ഒരു പീരീഡ് കൂടെയാണിത്. ബിക്കോസ് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുവാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ഫേസ് കൂടെയാണിത്. ദെൻ സെൽഫ് ആൻഡ് സെക്സ് കോൺഷ്യസ്നസ്, നമ്മുടെ സെൽഫിനെ കുറിച്ചും നമ്മളെക്കുറിച്ചും നമ്മുടെ ജെൻഡറിനെ കുറിച്ചും എല്ലാം തന്നെ നമുക്ക് കുറച്ചുകൂടി നമ്മൾ ബോധവാന്മാരാകുന്നത് ഈ ഒരു പീരീഡിലാണ്. ദെൻ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് അഡോളസെൻസ്. അഡോളസെൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് കുറച്ച് ബ്രീഫായിട്ട് നമുക്കിനി നോക്കാം. സോ മേജർ ആയിട്ടുള്ള 4 മെത്തേഡ്സ് ആണുള്ളത്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, ക്ലിനിക്കൽ മെത്തേഡ് ഓർ കേസ് സ്റ്റഡി. ഇതിൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Introspection method. The introspection method was developed by William Wundt, who is often regarded as the father of experimental psychology. ഈ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് കൊണ്ടുവന്നത് വില്യം വൂണ്ടാണ്. വില്യം വൂണ്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലൈപ്സിഗിൽ 1875 ആദ്യത്തെ സൈക്കോളജിക്കൽ ലാബ് സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് വില്യം വൂണ്ടാണ്. ആൻഡ് ഹീ ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്.
Introduced in the late 19th century, Wundt established introspection as a scientific method in psychology. സൈക്കോളജിയിൽ തന്നെ ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം വൂണ്ടാണ്. 19th സെഞ്ച്വറിയിൽ അദ്ദേഹം പറഞ്ഞു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് സൈക്കോളജിയിൽ ഒരു മെത്തേഡാണ്, ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ദെൻ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ദി എക്സാമിനേഷൻ ഓഫ് വൺസ് ഓൺ കോൺഷ്യസ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് സെൻസേഷൻസ്. നമ്മളിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്ന് നമ്മുടെ കോൺഷ്യസ് തോട്ട്സിനെ കുറിച്ചും ഫീലിങ്സിനെ കുറിച്ചും സെൻസേഷൻസിനെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്ന മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. Laid the foundation for later psychological approaches and methods including cognitive psychology. So, Wundt ഈ ഒരു ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ it was like a base for the later approaches. It laid the foundation for later psychological approaches. അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജി പോലെ പിന്നീട് സൈക്കോളജിയിലുണ്ടായ അപ്രോച്ചസിനെല്ലാം തന്നെ ഒരു ബേസ് എന്ന് പറയുന്നത് വില്യം വൂണ്ടിൻ്റെ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡായിരുന്നു. അപ്പോൾ അഡോളസൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഉള്ള ആദ്യത്തെ മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ്. എന്താണ് ഒബ്സർവേഷൻ മെത്തേഡ്? റിസർച്ച് മെത്തേഡ് ഇൻവോൾവിംഗ് ദ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ബിഹേവിയേഴ്സ് ഇൻ നാച്ചുറൽ ഓർ കൺട്രോൾഡ് സെറ്റിങ്സ്. ഒരു നാച്ചുറൽ അല്ലെങ്കിൽ കൺട്രോൾഡ് സെറ്റിങ്സിൽ കുട്ടികളുടെ, അതായത് അഡോളസൻസിനെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ, അതായത് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുകയാണ് ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ. അപ്പോൾ ആ ഒരു മെത്തേഡിനെയാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒബ്സർവേഷൻ മെത്തേഡ് 4 ടൈപ്പാണുള്ളത്. അതിലാദ്യത്തേത് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനാണ്. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഒരു ഇൻ്റർഫറൻസും ഇല്ലാതെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് കുട്ടികളെ. അതിനെയാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദെൻ കൺട്രോൾഡ് ഒബ്സർവേഷൻ കണ്ടക്റ്റഡ് ഇൻ എ സ്ട്രക്ചേർഡ് എൻവയോൺമെൻറ്റ് വിത്ത് കൺട്രോൾഡ് വേരിയബിൾസ്. നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു സ്ട്രക്ചേർഡ് എൻവയോൺമെൻറ്റിൽ, അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു എൻവയോൺമെൻറ്റിൽ കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. Participant observation. Researcher actively participates in the group being studied. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ഏത് കുട്ടിയെക്കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത് ആ കുട്ടിയോടൊപ്പം എല്ലാ ആക്ടിവിറ്റീസിലും ആക്റ്റീവായിട്ട് റിസർച്ചർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ റിസർച്ചർ ഒബ്സർവ്സ് വിതൗട്ട് ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ ആ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. It is a method where researchers change one variable to see its effect on another in a controlled setting. അപ്പോൾ നമ്മുടെ കൺട്രോളിലുള്ള ഒരു സെറ്റിങ്ങിൽ ഒരു വേരിയബിളിനെ മാറ്റി മറ്റൊരു വേരിയബിളിനെ കൊണ്ടുവരുമ്പോൾ കുട്ടിയിലുണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ദ പേർപ്പസ് ഇസ് ടു ഫൈൻഡ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്സ്. അതായത് ഒരു എൻവയോൺമെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അവരിലുണ്ടാവുന്ന ചേഞ്ചസ്, അതിനോട് അഡാപ്റ്റഡ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിനോടുള്ള റെസ്പോൺസ് എന്താണ് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സർവേ മെത്തേഡ്. സർവേ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ടേമാണ് സർവേ എന്ന് പറയുന്നത് തന്നെ. what do you mean by survey? So here in the survey method as a researcher collects data from a large group of people using questionnaires, interviews or polls. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ റിസർച്ചർ എന്താ ചെയ്യുന്നത്? റിസർച്ചർ ഡേറ്റാസ് കളക്ട് ചെയ്യുകയാണ് ഫ്രം എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. സോ എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്? റിസർച്ചർ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ്റർവ്യൂസിലൂടെ അല്ലെങ്കിൽ പോൾസ് കണ്ടക്ട് ചെയ്യുന്നത് വഴി. സോ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് എ സർവേ മെത്തേഡ്? It is to gather information about opinions, behaviors or characteristics. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തോടുള്ള കുട്ടികളുടെ അഡോളസൻസിൻ്റെ ഒപ്പീനിയൻസ് അറിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് സർവേ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then the last one is clinical method or case study.
സോ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് എൻ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓർ സിറ്റുവേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് യുണീക്ക് ഓർ കോംപ്ലെക്സ് ഇഷ്യൂസ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ അഡോളസൻസിൻ്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ആ കുട്ടികളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കുള്ള കോംപ്ലെക്സ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് ക്ലിനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി വഴിയാണ്. നിങ്ങളെല്ലാവരും താരെ സമീൻ പർ എന്നൊരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അമീർ ഖാൻ ആ ഒരു സിനിമയിൽ ആ ഒരു കുട്ടിയുടെ ഇഷാൻ എന്ന് പറയുന്ന കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി അവനുള്ള പ്രോബ്ലംസിനൊരു സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. സോ അത് ആക്ച്വലി ഒരു കേസ് സ്റ്റഡിയാണ്. ആ ഒരു കുട്ടിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണ് അവിടെ ചെയ്തത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? റിസർച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ടു എക്സ്പ്ലോർ ബിഹേവിയേഴ്സ്, എക്സ്പീരിയൻസസ് ഓർ ഡിസോർഡേഴ്സ് ഇൻ ഡീറ്റെയിൽ. കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസസിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട്, ഓർ ടു നോ അബൌട്ട് ദ ഡിസോർഡേഴ്സ് ഇൻ ഡീറ്റെയിൽ. സോ ആ ഒരു കുട്ടിക്ക് താരെ സമീൻ പർ എന്ന ഫിലിമിൽ ഇഷാൻ എന്ന് പറയുന്ന കുട്ടിക്ക് ഡിസ്ലെക്സിയ എന്നൊരു ഡിസോർഡർ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം, ആ ഒരു ലേണിംഗ് ഡിസബിലിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു കേസ് സ്റ്റഡി ആ ഒരു അധ്യാപകനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾസോ കൺസിഡേഴ്സ് ദ ഇൻഡിവിജ്വൽസ് എൻവയോൺമെൻറ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഇൻഡിവിജ്വലിൻ്റെ എൻവയോൺമെൻറ്റും ബാക്ക്ഗ്രൗണ്ടും എല്ലാം തന്നെ കേസ് സ്റ്റഡിയിൽ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. സോ കേസ് സ്റ്റഡി എന്തിനു വേണ്ടിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് us ടു അണ്ടർസ്റ്റാൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസ്. കുട്ടികളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട്, ഓർ സ്പെസിഫിക് കണ്ടീഷൻസ് ഇൻ അഡോളസൻസ്. ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കേസ് സ്റ്റഡി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ലൈക്ക് ബിഹേവിയർ പ്രോബ്ലംസ് ഓർ ലേണിംഗ് ഡിസബിലിറ്റീസ്, ലൈക്ക് ദ കണ്ടീഷൻസ് ഇൻ അഡോളസൻസ് ലൈക്ക് ബിഹേവിയറൽ പ്രോബ്ലംസ് ഓർ ലേണിംഗ് ഡിസബിലിറ്റീസ്. അവരുടെ ബിഹേവിയർ പ്രോബ്ലംസിനെ കുറിച്ചും ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചുമൊക്കെ നമുക്ക് കേസ് സ്റ്റഡി വഴി മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നതാണ്. സോ ഈ ഒരു ടോപ്പിക് അഡോളസൻസ് എന്താണ്, അഡോളസൻസ് എന്ന ടേം എവിടെ നിന്നാണ് വന്നത്, ദെൻ ഡെഫിനിഷൻസ്, അതേപോലെ തന്നെ മെത്തേഡ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ പ്ലീസ് ഗോ ത്രൂ ദിസ് വീഡിയോ ആൻഡ് ഇഫ് യു ഫൈൻഡ് ദിസ് യൂസ്ഫുൾ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ടീച്ചേഴ്സ് പാത്വേ ആൻഡ് ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. So see you again with another important session. Till then, bye.